ഹായ് ഫ്രണ്ട്സ്, 86 ക്രിയേഷൻസ് മലയാളത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് എല്ലാവർക്കും പറ്റുന്ന രീതിയിൽ നമ്മൾ ചുരിദാർ എങ്ങനെയാണ് ഈസി ആയിട്ട് കട്ട് ചെയ്യുന്നതെന്നാണ് നമ്മൾ നോക്കുന്നത്. ആദ്യം തന്നെ നമ്മൾ തുണി 4ആയിട്ടാണ് മടക്കിയിട്ടിരിക്കുന്നത്. കണ്ടല്ലോ, ആദ്യമേ ഇതിപ്പം നമ്മുടെ ഫ്രണ്ടിൽ ഇങ്ങനെ ഒരു വർക്ക് ഉള്ളത് കൊണ്ടാണ് നമ്മൾ ഇങ്ങനെ മടക്കുന്നത്. അല്ലെങ്കിൽ നമുക്ക് ഡയറക്റ്റ് 2ആയിട്ട് മടക്കിയിട്ട് പിന്നെ അത് പകുത്തിട്ടാൽ മതി കേട്ടോ. ഇതിപ്പോൾ ഇങ്ങനെ വർക്ക് ഉള്ളത് കൊണ്ടാണ് നേരെ നമ്മൾ നൈറ്റിക്ക് മടക്കുന്ന പോലെ കേട്ടോ ഇത് വർക്ക് ഉള്ളത് കൊണ്ട് മടക്കിയിട്ടിരിക്കുന്നത്. എന്നിട്ട് നമ്മൾ കുറച്ച് പാർട്സ് ഇതൊക്കെ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിൽ അല്ലെങ്കിൽ എല്ലാവർക്കും പറ്റുന്ന രീതിയിലാണ് ഇതിൻ്റെ ഇത് പറയുന്നത്. ആദ്യം തന്നെ നമ്മൾ ഇറക്കമാണ് നമ്മൾ മാർക്ക് ചെയ്യുന്നത്. ആദ്യമേ നമ്മൾ ആ മടക്ക് വശത്തിൻ്റെ അവിടെ നിന്ന് താഴത്തേക്കാണ് നമ്മൾ ഇറക്കം മാർക്ക് ചെയ്യുന്നത്. അപ്പം നമുക്ക് എത്രയാണോ ഇറക്കം വേണ്ടത് അതിൻ്റെ കൂടെ 2 ഇഞ്ച് എക്സ്ട്രാ എടുത്തേക്കുക. അതായത് ഷോൾഡർ അടിക്കാനായിട്ട് 1/2 ഇഞ്ച് വേണം. അടിവശം നമുക്ക് മടക്കി അടിക്കാനായിട്ട് നമുക്ക് 1.5 ഇഞ്ചിൻ്റെ ആവശ്യമുണ്ട്. അതിന് വേണ്ടിയിട്ട് 2 ഇഞ്ച് നമ്മൾ എക്സ്ട്രാ എടുത്തിട്ട് വേണം നമ്മൾ അടിവശം മാർക്ക് ചെയ്യാനായിട്ട്. ഇനി നമ്മൾ നമ്മുടെ ഷോൾഡറാണ്. നമ്മുടെ ഷോൾഡർ നമ്മൾ അളന്നെടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ നേർ പകുതിയാണ് നമ്മളിവിടെ മാർക്ക് ചെയ്യുക. അതായത് നമുക്കിപ്പോൾ എത്രയാണോ 6 ഇഞ്ചാണോ 7 ഇഞ്ചാണോ, അതായത് ഇപ്പോൾ 10 ഇഞ്ചാണ് കിട്ടുന്നതെങ്കിൽ 5 ഇഞ്ചാണ് നമ്മൾ ഷോൾഡർ മാർക്ക് ചെയ്യുക. അപ്പോൾ എത്രയാണോ ഷോൾഡർ മാർക്ക് ചെയ്തത് അത് തന്നെ നമ്മൾ താഴത്തേക്ക് കൈക്കുഴിയുടെ ഇതായിട്ട് നമ്മൾ വരയ്ക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ 5 ഇഞ്ചാണെങ്കിൽ 5 ഇഞ്ച് എടുക്കുക. അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, 5 ഇഞ്ച് എടുക്കുമ്പോഴത്തേക്കും നമുക്കിവിടെ ഒരു 1/2 ഇഞ്ച് നമുക്ക് തയ്യൽ തുമ്പ് പോകാനായിട്ടുണ്ട്, ജോയിൻറ്റ് ചെയ്യാൻ, ഷോൾഡർ ജോയിൻ ചെയ്യാനായിട്ട്. അതുകൊണ്ട് ആ 1/2 ഇഞ്ചും കൂടെ കൂട്ടിയിട്ട് ഇപ്പോൾ 5 എടുക്കുന്നതെങ്കിൽ 5.5 ഇഞ്ച് എടുക്കുക. 6 ഇഞ്ചാണ് നമുക്ക് ഷോൾഡർ വരുന്നതെങ്കിൽ 6.5 ഇഞ്ച് നമ്മളൊന്ന് എക്സ്ട്രാ എടുത്തേക്കുക. ഇതൊന്ന് ഓർത്തോണം, അല്ലെങ്കിൽ ടൈറ്റായി പോകാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഷോൾഡറും കൈക്കുഴിയും നമ്മൾ എടുക്കുന്നത്. ഇതിപ്പോൾ നെക്കിൻ്റെയാണ്. നെക്ക് നമ്മൾ ഡിപ്പെൻസ് ആണല്ലോ, നമുക്ക് ഓരോരുത്തർക്കും നമ്മുടെ ഇഷ്ടമുണ്ട്. നമുക്ക് എത്രത്തോളം വൈഡ് ആവണം, എത്രത്തോളം ഇറക്കം വേണം, അതനുസരിച്ച് നമുക്ക് നെക്ക് കൊടുക്കാം. പക്ഷേ നെക്കിൻ്റെ കാര്യം വരുമ്പോഴത്തേക്ക് നമ്മൾ ഓൾറെഡി ഇവിടെ ഒരു 1/2 ഇഞ്ച് നമ്മൾ ജോയിൻ ചെയ്യാനായിട്ട് എടുക്കുന്നുണ്ട്. പിന്നെ വരുമ്പോഴത്തേക്കും നമ്മളിപ്പോൾ 5 ഇഞ്ചാണ് ഇറക്കം വെക്കുന്നതെങ്കിൽ 1/2 ഇഞ്ച് ജോയിനിങ്ങിന് പോകുമ്പോഴത്തേക്കും 4.5 ആകും. പിന്നെ നമ്മൾ തയ്ക്കുന്നത് ഒരു 1/4 ഇഞ്ച് ഇറക്കിയിട്ടാണല്ലോ, അതുകൊണ്ട് ആ 1/4 ഇഞ്ചും കൂടെ വരുമ്പോഴത്തേക്കും 4.25 നമുക്ക് ഇറക്കം കിട്ടുകയുള്ളൂ. 5 ഇഞ്ച് നമുക്ക് തികച്ച് കിട്ടില്ല. അതായത് നമുക്ക് എത്രയാണോ നമുക്ക് ഇറക്കം വേണ്ടത് അതിൻ്റെ കൂടെ ഒരു 1/4 ഇഞ്ച് എപ്പോഴും എക്സ്ട്രാ എടുത്തു കഴിഞ്ഞാൽ ഇറക്കത്തിൻ്റെ കാര്യത്തിൽ നമുക്ക് കറക്റ്റായിട്ട് കിട്ടും. ഇനി വിഡ്ത്തിൻ്റെ വീതിയുടെ കാര്യത്തിൽ വരുമ്പോഴത്തേക്കും നമ്മൾ ചെയ്യരുത്. നമുക്കിപ്പോൾ 3 ഇഞ്ച് വേണം എന്നുണ്ടെങ്കിൽ നമ്മളൊരു 2.5 അല്ലെങ്കിൽ 2.25 താഴത്തായിട്ട് നമ്മൾ എടുത്താൽ മതി. എന്നാലേ അത് 3 ഇഞ്ചായിട്ട് കറക്റ്റായിട്ട് വരത്തുള്ളൂ. അതായത് നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോഴത്തേക്കും ഒരു 1/4 ഇഞ്ചിൻ്റെ ഒരു ഇത് വരുന്നുണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ ഇടുമ്പോഴത്തേക്കും ഒരു ചെറിയൊരു വലിച്ചിൽ വന്നിട്ട് അത് കറക്റ്റായിട്ട് വിരിഞ്ഞ് കിടക്കും. അപ്പോൾ ഇതൊന്ന് ശ്രദ്ധിക്കണം. നമ്മൾ നെക്കിൻ്റെ കാര്യത്തിൽ നെക്കിന് ഇങ്ങനൊരു പ്രശ്നമുണ്ട്, അല്ലെങ്കിൽ ഒരുപാട് വൈഡായിട്ട് പോകും. പിന്നെ വരുന്നത് നമ്മുടെ ചെസ്റ്റ് നമ്മൾ റൗണ്ടിൽ പിടിക്കുക. അതായത് ചെസ്റ്റ് ടേപ്പ് നമ്മൾ റൗണ്ടിൽ പിടിക്കുമ്പോഴത്തേക്ക് ഒരുപാട് ടൈറ്റിലല്ല, എന്നാലും അത്യാവശ്യം ഇതായിട്ട് പിടിച്ചു കഴിഞ്ഞാൽ എത്രയാണോ നമുക്ക് കിട്ടുന്നത് അതിൻ്റെ കൂടെ ഒരു 4 അല്ലെങ്കിൽ ഒരു 5 ഇഞ്ച് നമ്മൾ എക്സ്ട്രാ എടുത്തേക്കണം. അതായത് ഇപ്പോൾ ഒരു നമ്മുടെ ചെസ്റ്റിൻ്റെ അവിടെ റൗണ്ടിൽ പിടിക്കുമ്പോഴത്തേക്കും 36 ആണ് നമുക്ക് വരുന്നതെങ്കിൽ നമുക്കൊരു 4 ഇഞ്ച് എക്സ്ട്രാ എടുത്തേക്കാം. അപ്പോൾ നമുക്കൊരു റൗണ്ട് ഫിഗർ ആയല്ലോ, 40 ആയി, 40 ആയി. 40ൻ്റെ 4/1 എന്ന് പറയുന്നത് 10 ഇഞ്ച്. അപ്പോൾ 10 ഇഞ്ചിൻ്റെ കൂടെ നമുക്കൊരു 1.5 ഇഞ്ച് അല്ലെങ്കിൽ 2 ഇഞ്ച് നമുക്ക് തയ്യൽ തുമ്പ് കൊടുക്കാം. അപ്പോൾ എത്രയാണോ സൈസ്, നമ്മുടെ സൈസിൻ്റെ കൂടെ ഒരു 4 ഇഞ്ച് അല്ലെങ്കിൽ 5 ഇഞ്ച് നമ്മൾ ലൂസ് ഓൾറെഡി കൊടുത്തിട്ട് അതിൻ്റെ 4/1 കാണുക. എന്നിട്ട് നമുക്കതിൻ്റെ കൂടെ ഒരു 1.5 ഇഞ്ച് 2 ഇഞ്ച് നമുക്ക് തയ്യൽ തുമ്പ് കൊടുത്തിട്ട് നമുക്ക് ഇവിടെ മാർക്ക് ചെയ്തെടുക്കാം. ഇവിടെയാണ് നമ്മൾ മാർക്ക് ചെയ്യുക. എന്നിട്ട് മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് നമ്മൾ കൈക്കുഴിയുടെ ആ ഒരു വരയായിട്ടാണ് പോകുന്നത്. അതായത് കൈക്കുഴിയുമായിട്ട് ആ ഒരു ജോയിനിങ് ആണ് വരുന്നത്. കൈക്കുഴി വരയ്ക്കുമ്പോഴത്തേക്ക് ഫ്രണ്ടിലെ കൈക്കുഴി വരയ്ക്കുമ്പോഴത്തേക്ക് നമ്മളൊരു 1/2 ഇഞ്ചിന് നമ്മൾ മാർക്ക് ചെയ്തിട്ട് 1/4 ഇഞ്ച് കുഴിച്ചിട്ടാണ് നമ്മൾ കൈക്കുഴി വരയ്ക്കുക. അപ്പോൾ ഇത് നെക്ക് ലൈനാണ്. നെക്ക് ലൈൻ്റെ വരുമ്പോഴത്തേക്കും നമ്മളൊരു 1/2 ഇഞ്ച് 3/4 ഇഞ്ച് നമ്മളിവിടെ മാർക്ക് ചെയ്തിട്ട് നമ്മൾ കർവ് ചെയ്തിട്ടാണ് നോർമലി ഇപ്പം റൗണ്ടൊക്കെ ആണെങ്കിൽ അല്ലെങ്കിൽ യൂനെക്കൊക്കെ ആണെങ്കിൽ നമ്മൾ ഇതേപോലെയാണ് കർവ് ചെയ്തെടുക്കുക. അതല്ല നമുക്ക് വേറെ മോഡലായിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് അതേ രീതിയിൽ നമുക്ക് ചെയ്തെടുക്കാം. ഇപ്പം നോർമലായിട്ട് ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ഇതേപോലെ എടുക്കാം. പിന്നെ കൈക്കുഴിയുടെ കാര്യം വരുമ്പോഴത്തേക്കും നമ്മളിതാ ഇത് 1/2 ഇഞ്ച്, അതായത് ആ ഒരു നീളത്തിൻ്റെ പകുതി നമ്മൾ മാർക്ക് ചെയ്യുക. എന്നിട്ട് 1/2 ഇഞ്ചാണ് നമ്മൾ ഫ്രണ്ട് നെക്കിന് എടുക്കുക. എന്നിട്ട് പകുതിയുടെ അവിടുന്ന് 1/4 ഇഞ്ച് ഇതേപോലെ ചാടിച്ചിട്ട് നമ്മളിതാ ഈ ലൈനിലേക്കാണ് നമ്മളൊന്ന് മാർക്ക് ചെയ്ത് ഇങ്ങോട്ടേക്ക് നമ്മൾ കർവ് ചെയ്ത് എത്തിക്കുകയാണ് ചെയ്യുന്നത്. ഇത് ഫ്രണ്ടിൻ്റെ ആണ്. നമ്മൾ ബാക്കിൻ്റെ ആകുമ്പോഴത്തേക്ക് നമ്മൾ ഇവിടുന്ന് 1 ഇഞ്ചിന് മാർക്ക് ചെയ്തിട്ട് ഇതേപോലെ ഒറ്റയടിക്ക് നമ്മൾ കർവ് ചെയ്തിട്ടാണ് എടുക്കുന്നത്. ഫ്രണ്ടും ബാക്കും സെപ്പറേറ്റ് ചെയ്ത് വെട്ടും. അപ്പോൾ ആദ്യമേ നമ്മൾ ബാക്കിൻ്റെ ഇതനുസരിച്ച് നമ്മൾ വെട്ടിയെടുക്കുക. എന്നിട്ട് വേണം ഫ്രണ്ടിൻ്റെ നമ്മൾ മാത്രം ഫ്രണ്ട് പീസിൽ മാത്രമായിട്ട് നമ്മൾ വെട്ടിയെടുക്കാനായിട്ട്.
ഇങ്ങനെയാണ് നമ്മൾ നോർമലി തുണിക്ക് വെട്ടാനായിട്ട് കൈക്കുഴിയും നെക്കിൻ്റെയും കാര്യത്തിൽ നമ്മൾ നോക്കുക. അപ്പം ചെസ്റ്റ് നമ്മൾ അടയാളപ്പെടുത്തുന്ന രീതി നമ്മൾ പറഞ്ഞു തന്നു. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കത് മുകളിൽ നിന്ന് നമ്മുടെ ഷേപ്പ് ലെങ്ത് നമുക്ക് മാർക്ക് ചെയ്യാം. അപ്പം നോർമലി ഒരു 12.5, 13, 13.5, 14 വരെ വന്നെന്ന് വെച്ചോ. നമ്മുടെ ഹൈറ്റിനെ ഡിപ്പെൻഡ്സ് ചെയ്യുമല്ലോ. അപ്പോൾ എത്രയാണോ നമുക്ക് നമ്മുടെ ഷേപ്പ് ലെങ്ത്ത് വരുന്നത് അതിൻ്റെ കൂടെ ഒരു 1/2 ഇഞ്ച് കൂട്ടിയേക്കണം. അതായത് 1/2 ഇഞ്ച് മുകളിൽ ഷോൾഡർ അടിച്ച് പോകാനായിട്ടുള്ളതാണെന്ന് ഒരു ഓർമ്മ നമ്മുടെ ഉള്ളിൽ എപ്പോഴും ഉണ്ടാവണം. അത് കൂട്ടിയിട്ട് നമ്മൾ 1/2 ഇഞ്ച് കൂടുതൽ, ഇപ്പോൾ 12.5 ആണെങ്കിൽ 13 ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്യുക. എന്നിട്ട് നമ്മൾക്ക് ഷേപ്പിൻ്റെ അവിടെ റൗണ്ടിൽ പിടിക്കുക. എത്രയാണോ നമ്മുടെ ഷേപ്പ് അതിൻ്റെ കൂടെ ഒരു 2 ഇഞ്ച് എക്സ്ട്രാ എടുത്തിട്ട് 4-1 എടുക്കുക. എന്നിട്ട് അതിൻ്റെ കൂടെ ഒരു 2 ഇഞ്ചും കൂടെ എക്സ്ട്രാ എടുത്തിട്ട് നമ്മൾ മാർക്ക് ചെയ്യുക. പിന്നെ നമ്മുടെ സ്ലിറ്റിൻ്റെ ഇറക്കം നമ്മൾ ആദ്യമേ മാർക്ക് ചെയ്യുക. എന്നിട്ട് നോർമലി ഷേപ്പൊക്കെ ആകുമ്പോഴത്തേക്കും നമ്മൾ ഒരുപാട് ലൂസ് കൊടുക്കേണ്ട. നമ്മുടെ ഷേപ്പിൻ്റെ ലെങ്ത്ത് സ്ലിറ്റിൻ്റെ അവിടെ വരുമ്പോഴത്തേക്കും, അതായത് നമ്മുടെ ഹിപ്പ് പോർഷൻ്റെ അവിടെ വരുമ്പോഴത്തേക്കും നമ്മൾ കുറച്ച് ലൂസിൽ തന്നെ പിടിച്ചേക്കുക. ലൂസിൽ പിടിച്ചിട്ട് ടേപ്പ് പിടിക്കുമ്പോഴത്തേക്കും കുറച്ച് ലൂസിൽ പിടിക്കുക. എന്നിട്ട് അതിൻ്റെ കൂടെ 1 ഇഞ്ചും കൂടെ ഒന്ന് എക്സ്ട്രാ എടുക്കുക. ഇപ്പം നമുക്ക് ലൂസിൽ പിടിക്കുമ്പോൾ 39 കിട്ടിയെന്ന് വിചാരിക്കാം. 39ൻ്റെ കൂടെ നമുക്ക് 1 ഇഞ്ച് എക്സ്ട്രാ ആഡ് ചെയ്യുമ്പോൾ 40 വരും. എന്നിട്ട് നമ്മൾ 40ൻ്റെ 4-1 കണ്ടിട്ട്, അപ്പോൾ 40ൻ്റെ 4-1 എന്ന് പറയുമ്പോൾ 10. എന്നിട്ട് നമുക്ക് 1 ഇഞ്ചും കൂടെ എക്സ്ട്രാ 1 ഇഞ്ചിൻ്റെ ആവശ്യമുള്ളൂ. 1 ഇഞ്ചും കൂടെ എക്സ്ട്രാ നമുക്ക് എടുത്തിട്ട് 11 നമുക്ക് മാർക്ക് ചെയ്യാം. എന്നിട്ട് നമ്മൾ ഇതിവിടെ ഒന്ന് ഷേപ്പ് ഒരു പോയിൻറ്റ്സ് എല്ലാം കൂടെ ജോയിൻ്റ് ചെയ്തിട്ട് ഒന്ന് വരച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെയാണ് നമ്മൾ വരയ്ക്കുന്നത്. അതായത് നമ്മുടെ ഹിപ്പിൻ്റെ പോർഷൻ അല്ലെങ്കിൽ നമ്മുടെ സ്ലിറ്റിൻ്റെ പോർഷൻ്റെ അവിടെ കുറച്ച് ലൂസ് കൊടുക്കാൻ പറഞ്ഞത്. നമ്മുടെ വയറൊന്നും അറിയില്ല, എത്ര വയർ ഇത്തിരി ഉണ്ടെങ്കിലും പെട്ടെന്ന് അറിയാണ്ടിരിക്കാനും അതേപോലെ തന്നെ ബോഡിക്ക് നല്ല ഷേപ്പ് തോന്നാനും വേണ്ടിയിട്ടാണ് നമ്മൾ അതേപോലെ പറയുന്നത്. പിന്നെ നമ്മൾ ഇറക്കം മാർക്ക് ചെയ്തല്ലോ, ആ ഇറക്കം മാർക്ക് ചെയ്തതിൻ്റെ അവിടെ നമുക്കിനി അടിവട്ടം മാർക്ക് ചെയ്യാനായിട്ടുണ്ട്. അടിവട്ടത്തിൻ്റെ വരുമ്പോഴത്തേക്കും നമുക്ക് ഒരു സൈഡിൽ 12.5 അല്ലെങ്കിൽ 13 ഇഞ്ച് വരാം മാക്സിമം. ഇനി എലൈനൊക്കെ ആകുമ്പോൾ അത് നമ്മുടെ വിരിവ് നമ്മുടെ ഇഷ്ടമാണല്ലോ. അപ്പോൾ അത് മാർക്ക് ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ ആ സ്ലിറ്റിൻ്റെ ആ ഒരു മാർക്കിൻ്റെ അവിടെ നിന്ന് അടിവട്ടത്തിൻ്റെ അങ്ങോട്ടേക്ക് നമ്മൾ കറക്റ്റ് സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ വേണം മാർക്ക് ചെയ്യാനായിട്ട്. അല്ലെങ്കിൽ നമ്മളത് സ്റ്റിച്ച് ചെയ്ത് വരുമ്പോഴത്തേക്കും നമുക്കൊരു ഏങ്കോണിപ്പ് തുണിക്കുണ്ടാവും. അത് ഇല്ലാണ്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് മാർക്ക് ചെയ്യുന്നത്. ഇപ്പം നമ്മുടെ മാർക്കിങ് ഫുള്ള് കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇത് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് ഇനി ചെയ്യേണ്ടത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ കാര്യങ്ങൾ. മെയിനായിട്ട് ശ്രദ്ധിക്കാനായിട്ട് സിമ്പിളായിട്ട് തന്നെ നമുക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റുന്നൊരു കാര്യം തന്നെയാണ്. അപ്പം ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ച് നമ്മളൊന്ന് മാർക്ക് ചെയ്തെടുക്കുക. അപ്പോൾ എത്ര വണ്ണം ഉണ്ടെങ്കിലും നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇത് ഫ്രണ്ട് പോർഷനാണ്. ബാക്ക് പോർഷനും ഇത് തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. ആ കൈക്കുഴിയുടെ അവിടെ മാത്രമേ നമുക്കൊരു ചെറിയൊരു വ്യത്യാസമായിട്ട് വരുന്നുള്ളൂ. അപ്പം എല്ലാവരും ഇത് ഒന്ന് വരച്ച് ട്രൈ ചെയ്ത് നോക്കണം. പിന്നീട് നമുക്ക് ചെയ്യാനുള്ളത് ആ ബാലൻസ് കിടക്കുന്ന തുണിയിൽ നിന്നാണ് നമുക്ക് നമ്മുടെ സ്ലിറ്റിന് വേണ്ടിയിട്ടുള്ള തുണി നമ്മൾ എടുക്കുന്നത്. അപ്പം ഇത്രയും നമ്മൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. താങ്ക് യു ഫോർ വാച്ചിങ്.